ബ്രൂവറി പദ്ധതിക്കെതിരെ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്ന് പ്രമേയം പാസാക്കിയ എലപ്പുള്ളി പഞ്ചായത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു. പദ്ധതിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്ത് നടപടിയെ മന്ത്രി എം പി രാജേഷ് പരിഹസിച്ചു. ഗ്രാമസഭയിൽ ഈ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. അത് വൈസ് പ്രസിഡന്റ് വായിച്ചു. ആ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ഉണ്ടായത്. ആ ചർച്ചയിൽ നാട്ടുകാരും LDF മെമ്പർമാരും BJPയുടെ മെമ്പർമാരും കോൺഗ്രസിൻ്റെ മെമ്പർമാരും എല്ലാവരും സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു. ആ പങ്കെടുത്തിട്ട് ആ പ്രമേയം വോട്ടിനിടുകയാണ് ചെയ്തത്. വോട്ടിനിട്ട് എല്ലാവരും പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് ആ പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയമാണ്. നാട്ടുകാർ ഒന്നടങ്കം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നടങ്കം ഈ കമ്പനി ഇവിടെ വരരുത്, കാരണം മണ്ണും ജലവും കൃഷിക്കും കുടിവെള്ളത്തിനും ദോഷം ഉണ്ടാക്കുന്ന ഈ കമ്പനി ഇവിടെ വരരുത് എന്ന് ഒറ്റ സ്വരത്തിൽ പറയുകയാണ് ഉണ്ടായത്. 179 ആൾ പങ്കെടുത്ത ഒരു ഗ്രാമസഭയായിരുന്നു. ഇനി നമ്മൾ ഈ മണ്ണുകാട് പ്രദേശത്ത് തന്നെ 6-ാം വാർഡിൽ വീണ്ടും ഗ്രാമസഭ വിളിക്കാൻ പോവുകയാണ്. നിയമാനുസൃതം നടക്കുമെന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മന്ത്രിസഭ അന്ന് തത്വത്തിൽ അനുമതി കൊടുത്തത് ബാക്കി എല്ലാ അനുമതികളും കിട്ടുന്നതിന് വിധേയമായിട്ടാണ്. ബാക്കി അനുമതികൾ അവർ നിയമാനുസൃതം നേടണം. നിയമാനുസൃതം നേടിക്കഴിഞ്ഞാൽ നയപരമായിട്ട് ഇപ്പോൾ തടസ്സമില്ല. നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമത്തിന് മുകളിൽ ഒരു പഞ്ചായത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ പഞ്ചായത്തുകൾ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളല്ലല്ലോ. യൂണിയൻ ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട്, പഞ്ചായത്തുകൾക്കും അതിൻ്റെ അധികാരപരിധിയുണ്ട്. അപ്പോൾ അത് നാട്ടിലുള്ള നിയമത്തിന് വിധേയമായിട്ട് ഏത് സർക്കാരിനാണെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും. പഞ്ചായത്തുകൾക്ക് അത്രേ പറ്റും. പാലക്കാട്ട് നിന്ന് സാജിദ് അജ്മലുണ്ട് വിവരങ്ങളുമായി. സാജിദ്, ഇതൊരു പഴയ ഓർമ്മയിലേക്ക് കൂടി കൊണ്ടുപോവുകയാണ്. പണ്ട് പ്ലാച്ചിമടയിൽ കൊക്കോകോള കമ്പനി വന്നപ്പോൾ അന്ന് ആ കമ്പനിക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും അതിന്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്ത അന്ന് പ്ലാച്ചിമട പഞ്ചായത്താണ്, പ്ലാച്ചിമട പഞ്ചായത്താണ്. ആ പഞ്ചായത്തിന്റെ നടപടി വീണ്ടും ആവർത്തിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം, 4 നൂറ്റാണ്ടിന് ശേഷം ഇപ്പോൾ എലപ്പുള്ളിയിൽ. ഇവിടെ വളരെ രാഷ്ട്രീയ ധാർമ്മികമായ ഒരു ചോദ്യം ഉയരുന്നത് പഞ്ചായത്തിന് പരമാധികാരമുണ്ടോ എന്ന എം പി രാജേഷിന്റെ ചോദ്യമാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്? അജിൻസ്, അന്നത്തെ പ്ലാച്ചിമടയിൽ കൊക്കക്കോള വന്ന സമയത്തെ നിയമത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അന്ന് ഒരു വ്യവസായ സ്ഥാപനം ഉൾപ്പെടെ തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ അത് തദ്ദേശ സ്ഥാപനത്തിന്റെ ലൈസൻസ് നിർബന്ധമാണ്. എന്നാൽ പുതുതായിട്ട് വ്യവസായ വകുപ്പ് നടപ്പിലാക്കിയ ഏകജാലക സംവിധാനം വന്നതോടുകൂടി ആ തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി ഇല്ലെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ കഴിയും എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഈ എം പി രാജേഷ് എക്സൈസിന്റെ മാത്രം മന്ത്രിയല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയാണ്. ആ മന്ത്രിയാണ് ഇപ്പോൾ ഈ ഒരു പഞ്ചായത്ത് എന്നത് പരമാധികാര റിപ്പബ്ലിക് അല്ല എന്ന് പറയുന്നത്. എല്ലാം നിയമാനുസൃതമായി ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതായത് പഞ്ചായത്തിന്റെ അധികാരം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരു തദ്ദേശ മന്ത്രി തന്നെ ഈ പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അതായത് ഇനി ഒയാസിസ് കമ്പനിക്ക് ഇവിടെ തുടങ്ങുന്നതിന് ഈ വ്യവസായ വകുപ്പിന്റെ ഏകജാല ക്ലിയറൻസിലൂടെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ എക്സൈസ് മന്ത്രിയും തദ്ദേശ മന്ത്രി കൂടിയായ എം പി രാജേഷിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ എലപ്പുള്ളി പഞ്ചായത്തിന് അവരുടെ പ്രതിഷേധം അറിയിക്കാം എന്നുള്ളതിനപ്പുറത്ത് നിയമപരമായി കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതുകൂടി ഈ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്.